ഹായ് പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ സമയത്തൊക്കെ മഴ പെയ്ത് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിക്ക് വെള്ളപ്രളയമായിരിക്കും. പുറത്ത് പണിക്ക് പോകുന്ന ജനങ്ങൾക്കൊന്നും പുറത്ത് പണിക്ക് പോകാൻ പറ്റാതെയും നിൽക്കാതെ മഴ പെയ്ത് എല്ലാവിടെയും വെള്ളത്തിൻ്റെ പ്രളയമായിരിക്കും. പക്ഷേ ഈ വർഷം മഴയെ കാണുന്നില്ല. പാലക്കാട് ജില്ലയിൽ തീരെയും മഴയില്ല. അതായത് കഞ്ചിക്കോട് മേഖലയിൽ ഒട്ടുമില്ല മഴ. ഒരു 2-3 ദിവസം മുന്നൊരു കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചെങ്കിലും വെള്ളം കൂടിയിട്ടുണ്ട്. അതിന് മുന്നൊന്നും മഴയേ ഇല്ല. ചെറുതായി പെയ്യുക പോവുക. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ പുഴയും കുളങ്ങളൊക്കെ നിറഞ്ഞ് ഭയങ്കരമായ വെള്ളപ്രളയമായിരിക്കും. ഈ വർഷം മഴയെ കാണുന്നില്ല. ഇങ്ങനെ മഴ പെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കുടിവെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മുടെ നാട്ടിൽ ഒരു അയ്യങ്കുളമുണ്ട്. ഈ സമയത്തൊക്കെ നിറഞ്ഞത് ഒഴുകിപ്പോവും. ഞങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കുളിയും എടുത്ത് ചാട്ടവും തൊട്ടുകളിയും ഒക്കെ ആയിരിക്കും. ഭയങ്കരമായ വെള്ളം നിറഞ്ഞൊഴുകുണ്ടാവും ആ കുളത്തിൽ. വലിയ കുളമാണ്. ആ കുളം ഒന്ന് കാണിച്ചു തരട്ടുള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ്. ഇത് പരിസരത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ്. വലിയ കുളമാണ്. കുളിക്കടവൊക്കെ ഉണ്ട്. വേണ്ടോ കുളിക്കടവ്. ഇവിടെയാണ് ഞങ്ങൾ തിരുമ്പലും കുളിയും. ഈ സ്റ്റെപ്പ് നിന്ന് എടുത്ത് ചാടും. നല്ല രസമാണ്. വേനൽക്കാല സമയത്തൊക്കെ കുളിക്കാൻ അധികം പറ്റുമൊന്നുമില്ല. കൃഷിക്കൊക്കെ ഇവിടുന്ന് വെള്ളം എടുക്കുന്നു. 2ാം പഞ്ച ആകുമ്പോൾ കുറച്ച് വേനൽക്കാലം ആകുമല്ലോ, അപ്പോൾ കൃഷിക്ക് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഈ കുളത്തു നിന്നാണ് കൃഷിക്കാർ വെള്ളമൊക്കെ അടിച്ചെടുക്കുന്നത്. പണ്ടൊക്കെ നിറയെ കൃഷി ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഇവിടെ തന്നെയാണ്, ഈ കുളത്തിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത്. ആശീർവത്ത് ചെടിയൊക്കെ നിറഞ്ഞു. വലിയ കുളമാണ്. ഞാൻ കുളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഫുള്ളായി കാണിച്ചു തരാം. ഇത് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങും. നേരത്തെയൊക്കെ നിറയെ കൃഷി ഉണ്ടായിരുന്നു. അവസാനം 2ാം പഞ്ചയ്ക്ക് ആകുമ്പോൾ വേനൽക്കാലം ആകുമല്ലോ, വെള്ളം കിട്ടില്ല. എല്ലാ കൃഷിക്കാരും ഇവിടെ നിന്ന് തന്നെ പമ്പ് വെച്ച് അടിച്ചെടുക്കും വെള്ളം. അത്രയും വെള്ളം പിടിക്കും ഈ കുളത്തിൽ. ഇപ്പോൾ ആശീർവത്ത് ചെടിയൊക്കെ നിറഞ്ഞു. നേരത്തെ ആശീർവത്ത് ചെടിയൊന്നുമില്ല. ഫുള്ളായി കാണിച്ചു തരാം. ഇതാകെ കുറച്ച് വെള്ളമുള്ളൂ. ഈ സമയത്തൊക്കെ നിറഞ്ഞ് കവിഞ്ഞു പോകേണ്ടതാണ് വെള്ളം. വെള്ളവുമില്ല. കുറച്ച് പോത്തുകുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്, മേഞ്ഞൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.